നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ വനാതിർത്തിയിൽ പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന് വനമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി മനുഷ്യർക്കും വന്യജീവികൾക്കും ഒരുപോലെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ വനാതിർത്തി മേഖലകളിലെ കർഷകരുടെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി. കോതമംഗലം MLA ഷിബു തെക്കുമുറം മുഖ്യമന്ത്രിക്കും വനം വകുപ്പ് മന്ത്രിക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ വനം മന്ത്രി ഷിബു ബേബി ജോൺ ആലുവ 3 രാജപാത നേരിൽ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി മനുഷ്യർക്കും വന്യജീവികൾക്കും ഒരേപോലെ സുരക്ഷ ഉറപ്പാക്കുന്ന കേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. മലയോര മേഖലയിലാകും കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി പഞ്ചായത്തുകളും ഗവൺമെന്റും എല്ലാവരും കൂടെ ചേർന്ന് ഉള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് പോകാനുള്ള സാധ്യത, അതും പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അവർ കുറച്ചുകൂടെ പ്രതിബദ്ധതയുണ്ടല്ലോ. അങ്ങനെ വന്നതിന് ശേഷമാണ് കർഷകരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ MACT പോലൊരു സംവിധാനം എന്നുള്ളത്. MACT ഇൻഷുറൻസ് റിലേറ്റഡ് ആണ്, മോട്ടോർ ആക്സിഡന്റ്. അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് അവരാഗ്രഹിക്കുന്ന നിലയിലേക്കുള്ള കോമ്പൻസേഷൻ കൊടുക്കാനൊക്കത്തുള്ളൂ. വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാനത്തെ സോളാർ ഫെൻസിംഗ് ശൃംഖല 3000 കിലോമീറ്ററായി വിപുലീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവനും കൃഷിയും സംരക്ഷിക്കുന്നതിനായി കൂടുതൽ ശക്തമായ നടപടികൾ നടപ്പാക്കുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. 3 ലെയർ ഉള്ള ഡിഫൻസ് സിസ്റ്റം വേണം. ആനെ പോലെ ഇന്റലിജന്റ് ആയിട്ടൊരു ആനിമൽ ഇല്ല. അന്നേരം ഞങ്ങളിപ്പോ ആഗ്രഹിക്കുന്ന ഇവിടെ എലിഫൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇത് AI ഉപയോഗിച്ചുള്ള സൗണ്ട് ആൻഡ് ലൈറ്റ് ഉള്ള ടൂൾസ് ആണ് ഉള്ളത്. സെക്കൻഡ് ലെയർ ഹാങ്ങിങ് ഫെൻസ് ആണ്. തേർഡ് ലെയർ ആണ് ഇതിന്റെ ഭയങ്കരമായി 12 അടി പൊക്കത്തിൽ ലാഷിംഗ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇത് വെച്ചുകൊണ്ട്, അതൊക്കെ ചൈനയിൽ നിന്ന് വരുത്തേണ്ട സാധനങ്ങളാണ്. ഇത് ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഒന്നാലോചിക്കുന്നത്. പിന്നെ ഇതിന്റെ ടെറൈൻ വെച്ച് ഒരു ഭാഗത്ത് ചിലടത്ത് നമുക്ക് ഫെൻസ് ഇട്ടാൽ അതിന്റെ തൊട്ട് താഴെ ഒരു ട്രെഞ്ച് മതിയെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം. പിന്നെ ഇതിനൊരു ടോട്ടൽ കോംപ്രിഹെൻസീവ് പ്ലാൻ തയ്യാറാക്കണമല്ലോ. പലയിടത്തും പല സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആട് പച്ചിൽ കടിക്കുന്ന പോലെയാണ്. ഒരിടത്ത് കുറച്ച് ഫെൻസ് ഇടും, അതിന്റെ തൊട്ടപ്പുറത്ത് ഓപ്പണായി കിടക്കും. അതുകൊണ്ട് ഫലപ്രദമായി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ആവശ്യപ്പെടുന്നത് ഇതിന്റെ പ്ലാൻ തയ്യാറാക്കി എന്നിട്ട് വേണമല്ലോ ഫണ്ട് കണ്ടെത്താൻ. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.